പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദി മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമശിഹായുടെ പാദപീഠത്തിൽ ചേർന്ന് വന്ന അവിടുത്തെ തിരുവചനങ്ങളെ കേട്ട് ധ്യാനിക്കുവാനും നമ്മുടെ ജീവിതത്തിലത് സ്വാംശീകരിക്കുവാനും ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും രൂപപ്പെടുത്തുവാനും രൂപാന്തരപ്പെടുത്തുവാനുമൊക്കെ നമുക്ക് അവസരമൊരുക്കി തന്ന കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് തൃപ്പാദപീഠത്തിലിരുന്ന് തിരുമുഖത്തേക്ക് നോക്കാം, തിരുവചനങ്ങളെ കേൾക്കാം. തൊട്ടു മുമ്പ് കേട്ട് വച്ചതിൻ്റെ ബാക്കി തുടർന്ന് പറയാമെന്ന് പറഞ്ഞത് ഇന്ന് പങ്കിടാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാമത്തെ അധ്യായം 25 മുതൽ 32 വരെ തിരുവചനങ്ങളാണ് അന്ന് വായിച്ചത്. മറന്നു കാണുകയില്ലല്ലോ. ആ വേദഭാഗത്ത് നിന്ന് 2 ചിന്തകൾ പങ്കിട്ടത് നിങ്ങളുടെ ഓർമ്മയിൽ കാണുമായിരിക്കണം. മറന്നിട്ടില്ലെന്ന് വിചാരിക്കട്ടെ. ഒന്ന്, സൂര്യൻ അസ്തമിക്കുന്നതുവരെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്, കോപിപ്പീൻ, പാപം ചെയ്യരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. രണ്ടാമത്തെ ചിന്ത ഇങ്ങനെയായിരുന്നു: നിങ്ങൾക്ക് ആവശ്യമുള്ളതിലധികം സ്വത്ത് സമ്പാദിച്ചു വെച്ചിട്ട് കള്ളന് മോഷ്ടിക്കുവാൻ അവസരം കൊടുക്കാതെ അർഹതപ്പെട്ടതിലധികം വരുന്നതൊക്കെ പാവങ്ങൾക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടാകണം. അപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. സ്വർഗത്തിലേക്ക് മനസ്സുറപ്പിക്കുക, സ്വർഗത്തിൽ കണ്ണ് നട്ടുവയ്ക്കുക, സ്വർഗത്തിലേക്ക് യാത്ര പുറപ്പെടാൻ ജീവിതത്തെ എല്ലാ നിലകളിലും സജ്ജമാക്കുക, അവിടെ സമ്പാദ്യം സ്വരൂപിക്കുക. ഈ വേദഭാഗം തരുന്ന 3-ാമത്തെ ധ്യാനം ഇങ്ങനെയാണ്: നിങ്ങളെ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആത്മീക വർധനയ്ക്കായി നല്ല വാക്കുകൾ മാത്രം സംസാരിക്കുക, ആകാത്തതൊന്നും പറയരുത്. പ്രിയപ്പെട്ടവരെ, പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതും അനുവർത്തിക്കേണ്ടതുമായ, വളരെ സൂക്ഷ്മതയോടെ അനുവർത്തിക്കേണ്ടതായ ഒരു ധ്യാനമാണിത്. നമ്മുടെ വാക്കുകളെ നമ്മളെപ്പോഴും സൂക്ഷിക്കുക. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണം. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണം, അവർ ദൈവകൃപയിൽ നിറയണം. അതുകൊണ്ട് ആത്മീക വർധനയ്ക്ക് ഉതകത്തക്കവണ്ണം നല്ല വാക്കുകൾ മാത്രം സംസാരിക്കുക, അരുതാത്തത് ആകാത്തത് പറയരുത്. ഈ ഒരു കാര്യത്തിൽ നമ്മളൊക്കെ ഒരുപാട് പരാജയപ്പെട്ടു പോയല്ലോ പ്രിയപ്പെട്ടവരെ. നമ്മുടെ നാവിനെ പലപ്പോഴും നാം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റം പരാജയപ്പെടുന്നു. അപ്പോസ്തലനായ യാക്കോബ് പറയുന്നുണ്ട്, നാവും ഒരു തീ തന്നെ എന്ന്. അല്പം തീ ഒരു കാട് മുഴുവൻ കത്തിക്കുന്നു. ഒരു മനുഷ്യൻ്റെ നാവ് പ്രയോഗിക്കേണ്ട വണ്ണമല്ല വാക്കുകൾ പ്രയോഗിക്കുന്നതെങ്കിൽ വലിയ തീ കത്തിക്കും. ചിലപ്പോൾ ഒരു സമൂഹത്തെ തന്നെ തകർക്കാൻ അത് മതി, ഒരു വലിയ വർഗീയ ലഹള ഉണ്ടാക്കാൻ അത് മതി, ഒരുപാട് പേരുടെ കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കാൻ അത് മതി, ഒരു പ്രദേശത്തെ വീടുകളെല്ലാം ചുട്ട് ചാമ്പലാക്കാൻ അത് മതി, ഒരു കുടുംബത്തെ നരകമാക്കാൻ അത് മതി, 1, 2, ഇനി 10, 100 ആളുകളെ സ്വയഹത്യയിലേക്ക്, ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ അത് മതി, ഒത്തിരി പേരെ, പ്രിയപ്പെട്ടവരെ, വലിയ കൊലപാതക ചിന്തയുള്ളവരാക്കി മാറ്റാൻ അത് മതി. നാവ് സൂക്ഷിക്കുക. നാം പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നൊരു വലിയ സംഗതിയാണിത്. കുടുംബജീവിതത്തിൽ നാവിനെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട് എന്തുമാത്രം സങ്കീർണതകളാണ് പലപ്പോഴും സൃഷ്ടിക്കപ്പെടുന്നത്. കോപം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ദേഷ്യം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ജയിക്കണമെന്ന ഒരു നിർബന്ധ ബുദ്ധി ഉള്ളിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ എതിർപക്ഷത്ത് നിൽക്കുന്നയാൾ ആരുമായിക്കൊള്ളട്ടെ, അപ്പനാകാം, അമ്മയാകാം, ഭർത്താവാകാം, ഭാര്യയാകാം, ആങ്ങളയാകാം, പെങ്ങളാകാം, നാത്തൂനാകാം, അമ്മാവിയമ്മയാകാം, ആരുമാകട്ടെ, എതിർപക്ഷത്ത് നിൽക്കുന്നയാളെ പിന്നെ ചെറുതാക്കണം, അയാളുടെ നാവ് അടയ്ക്കണം, അയാൾ പറഞ്ഞ വാക്കുകൾ ഇനി നിലനിൽക്കാതെ വണ്ണം അവരെ നിശബ്ദരാക്കണം. അതിനുവേണ്ടി പലപ്പോഴും ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രയോഗിക്കുന്ന വാക്കുകൾ അത്രമാത്രം രൂക്ഷതയുള്ളതോ മൂർച്ചയുള്ളതോ ആയിരിക്കും. അതുകൊണ്ട് ഈ കേൾക്കുന്നയാളെ തേജോവധം ചെയ്യുകയാണ്, വലിച്ചു കീറുകയാണ്, അവരുടെ വ്യക്തിത്വത്തെ തികച്ചും അപമാനിച്ച് അവരെ തന്നെ അങ്ങ് ശൂന്യമാക്കിക്കളയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വാക്ക് എപ്പോഴും ഓർക്കണം. ആ ചൊല്ലും മുമ്പും അച്ഛൻ പറഞ്ഞിട്ടുണ്ട്: വാവിട്ട് പോയ വാക്കും കൈവിട്ടു പോയ കല്ലും തിരിച്ചു കിട്ടുകയില്ല. എത്ര പരിശ്രമിച്ചാലും തിരിച്ചെടുക്കാൻ കിട്ടുകയില്ല. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ വായിൽ നിന്ന് ഒരു വാശിക്ക് പറയുന്ന വാക്കുകളാണ് പല കുടുംബങ്ങളെയും തകർത്ത് ഡൈവോഴ്സിൽ വരെ എത്തിച്ചത്. ചില കുടുംബങ്ങളെ തല്ലിപ്പിരിച്ചിട്ട് പിന്നെ ഒരിക്കലും തിരിച്ച് യോജിക്കാനാകാതെ വണ്ണം അകറ്റിക്കളഞ്ഞത്. കോപത്തിൻ്റെ ക്ലൈമാക്സിൽ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടിട്ട് നാവെടുത്ത് സംസാരിച്ച വാക്കുകളാണ് ഈ കുഴപ്പങ്ങളെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, വായിൽ നിന്ന് ഉതിർന്നു വരുന്ന വാക്ക് 2 വിധത്തിൽ പുറത്തേക്ക് വരാം. ഒന്ന്, വിവേകത്തോടെ ചിന്തിച്ചിട്ട് സംസാരിക്കുക. 2, വികാരത്തോടെ ചിന്ത കൂടാതെ സംസാരിക്കുക.
ഇതിൽ ഭൂരിപക്ഷം പേരും ചെയ്യുന്നത് വികാരത്തോടെ, ചിന്ത കൂടാതെ വാക്കുകൾ പ്രയോഗിക്കുക എന്ന കുഴപ്പമാണ്. വിവേകത്തോടെ വളരെ ചിന്തിച്ചിട്ട് വാക്കുകൾ പ്രയോഗിച്ചാൽ ആത്മസംയമനം അതിൻ്റെ പിന്നിലുണ്ട്. അപ്പം നമുക്കറിയാം, ബുദ്ധിയുള്ള ആളുകൾ ഒരു പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ, ഈ രാഷ്ട്രീയക്കാരൊക്കെ ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾ വളരെ ആലോചിച്ച്, വളരെ സൂക്ഷിച്ച്, വളരെ സാവധാനം തങ്ങളുടെ വാക്കുകൾ പ്രയോഗിക്കും. അങ്ങനെ വാക്കുകൾ പ്രയോഗിക്കുന്നവരുടെ വാക്കുകൾ മിക്കപ്പോഴും ഒരു വിവാദമാകാറില്ല. അത് സമൂഹത്തിൽ വലിയ ചർച്ചയ്ക്കോ വലിയ കോളിളക്കങ്ങൾക്കോ ഒന്നും കാരണമാകാറില്ല. അവരളന്നു തൂക്കി കൃത്യതയോടെ നന്നായിട്ട് വിവേചിച്ച് വിവേകത്തോടെയാണ് ഉത്തരങ്ങൾ പറയുന്നത്, വാക്കുകൾ പ്രയോഗിക്കുന്നത്. എന്നാൽ വേറെ ചില നേതാക്കന്മാരുണ്ട്, അവർ വികാരം കൊണ്ടാണ് സംസാരിക്കുന്നത്. ക്ഷോഭിക്കുക, അവരുടെ മുഖഭാവങ്ങളിൽ വരെ അത് എഴുതി വച്ചിട്ടുണ്ട്. പലപ്പോഴും ആ വികാരം കൊണ്ട് പ്രയോഗിക്കുന്ന വാക്കുകൾക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും. പറയാൻ ഉദ്ദേശിച്ചതിൽ എത്രയോ മടങ്ങ് കാര്യങ്ങൾ അവർ കടത്തി പറയും. അത് ഒരുപക്ഷെ ചില വാക്കുകൾ വളരെ ആക്ഷേപകരമായതോ വളരെ മുറിവേൽപ്പിക്കുന്നതോ ചിലരെയെങ്കിലും താറടിക്കുന്നതോ നാണം കെടുത്തുന്നതോ ചിലപ്പോൾ തിരിഞ്ഞുകുത്തുന്നതോ ഒക്കെ ആയിരിക്കും. ഈ വികാരപരമായ വാക്പ്രയോഗങ്ങൾ ഒരുപാട് ആളുകളെ സമൂഹത്തിൽ വളരെ മാറ്റി നിർത്തേണ്ട സാഹചര്യം വരെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ വികാരപരമായ വാക്കുകൾ ചില ആളുകളെ സ്വന്തം വീട്ടിൽ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. അവരോടാരും സംസാരിക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ വികാരപരമായ വാക്കുകൾ പ്രയോഗിക്കുന്നത് കൊണ്ട് ചില ആളുകൾക്ക് അവരുടെ സമൂഹത്തിലെ സ്ഥാനം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വികാരപരമായ വാക്കുകൾ പ്രയോഗിക്കുന്നത് കൊണ്ട് ഒരുപാട് പേർക്ക് ധാരാളം ശത്രുക്കളെ അവർ വിളിച്ചു വരുത്തി സമ്പാദിച്ചിട്ടുണ്ട്. വികാരപരമായ വാക്കുകൾ പ്രയോഗിക്കുന്നത് കൊണ്ട് ഒരുപാട് മിത്രങ്ങൾ അകന്ന് ശത്രുക്കളായി മാറിപ്പോയിട്ടുണ്ട്. വികാരപരമായ വാക്കുകൾ ബന്ധങ്ങളെ ഉലച്ചു കളഞ്ഞിട്ടുണ്ട്. വികാരപരമായ വാക്കുകൾ സ്വയം ഇരുട്ടിൽ തള്ളിയിടുവാൻ, പിന്നെ നിരാശയിൽ എത്തിപ്പെടുവാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ സംസാരിക്കുന്നത് വിവേകത്തോടെ ആയിരിക്കണം, വികാരപരം ആയിരിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇതൊരു നമ്മുടെയൊക്കെ പ്രായോഗിക ജീവിതത്തിൽ വളരെ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ്. യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ ധരിച്ച ഒരു ദൈവ പൈതലിന് വിവേകത്തോടെ സംസാരിക്കാൻ കഴിയും, വിവേകത്തോടെ സംസാരിക്കാൻ കഴിയുകയുള്ളൂ. യേശുക്രിസ്തുവിനെ ധരിച്ചു എന്ന് പേര് പറയുകയും എന്നാൽ പിശാചിനെ ജീവിതത്തിൽ ഭരിക്കാൻ അവസരം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് വികാരം കൊണ്ട് പുലമ്പുകയും പൊട്ടിത്തെറിക്കുകയും ആക്ഷേപങ്ങൾ അഴിച്ചുവിടുകയും അതുകൊണ്ട് മറ്റുള്ളവരെ താറടിക്കുകയും അങ്ങേയറ്റം ചവിട്ടിമെതിക്കുകയും അവരുടെ എല്ലാ സാധ്യതകളും മെതിച്ചു കളയുകയും ചെയ്യുന്നു. സത്യത്തിൽ ദോഷം രണ്ടു കൂട്ടർക്കും സംഭവിക്കുകയാണ്. ആക്ഷേപം ഉന്നയിച്ചവർക്കും ആക്ഷേപിക്കപ്പെട്ടവർക്കും ഒരുപോലെ മുറിവേൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാവിനെ സൂക്ഷിച്ച് വിനിയോഗിച്ചിരുന്നുവെങ്കിൽ എന്തുമാത്രം സംഘർഷങ്ങൾ ഇവിടെ ഒഴിവാകുമായിരുന്നു. എത്രയോ കുടുംബങ്ങൾ വലിയ അവർണ്ണനീയ സമാധാനത്തിൽ നിലനിൽക്കുമായിരുന്നു. എത്രയോ വ്യക്തി ജീവിതങ്ങൾ ഒരുപാട് സംഘർഷങ്ങൾ ഒഴിഞ്ഞ് ശാന്തത അനുഭവിക്കുമായിരുന്നു. വായിൽ നിന്ന് പോയൊരു വാക്കിൻ്റെ പ്രത്യാഘാതങ്ങൾ വലുതാകൊണ്ട് ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ട, സമാധാനം നഷ്ടപ്പെട്ട, ഉറക്കം നഷ്ടപ്പെട്ട, ജീവിത സുഖം നഷ്ടപ്പെട്ട എത്രയോ ആളുകളുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിലും കാണും. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറഞ്ഞത്, നിങ്ങൾ കേൾപ്പാൻ തിടുക്കമുള്ളവരും പറവാൻ താമസമുള്ളവരുമായിരിക്കുക. കേൾക്കാൻ എപ്പോഴും നമ്മൾ വെമ്പൽ കൊണ്ടിരിക്കണം, ശ്രദ്ധാലുക്കളായിരിക്കണം, കാതെപ്പോഴും തുറന്നു വയ്ക്കണം. പറയുന്നത് സൂക്ഷിച്ചിട്ട് വേണം, വളരെ വിവേകത്തോടെ ആലോചിച്ചിട്ട് ഉത്തരം പറയാവൂ. പക്ഷേ നമ്മൾ പലപ്പോഴും ഇടയ്ക്ക് കയറി സംസാരിക്കുന്നവരാണ്. ചില ആളുകൾക്ക് ശീലമുണ്ട്, മറ്റുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കില്ല. അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ക്ഷമയില്ല. ഇനി അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് എന്നെക്കുറിച്ച് എതിരായി പറയുന്നതായിരിക്കുമെന്ന മുൻവിധി ഉള്ളതുകൊണ്ട് അവരെ പറയാൻ അനുവദിക്കുകയില്ല. അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിന് എതിരാണ് അവർ പറയുന്നതെന്ന ഒരു മുൻവിധിയും ഒരു ചിന്തയും ഒരു ധാരണയും ഒക്കെ ഉള്ളതുകൊണ്ട് അവരെ നിശബ്ദരാക്കുകയാണ്. ചില ആളുകൾ സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ അവിടെ 10,000 പേരുണ്ടെങ്കിൽ വേറെ ആരും സംസാരിക്കേണ്ട, ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് സംസാരിച്ചോളാം, സംസാരിക്കാനുള്ള സമയം മൊത്തം ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞോളാം. ഇത് ഒരു കമ്മിറ്റി കൂടുമ്പോഴായാലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ആലോചനാ യോഗം കൂടുമ്പോഴായാലും ഇനിയൊരു വീട്ടിൽ എല്ലാവരും വട്ടം കൂടിയിരുന്ന് സംസാരിക്കുമ്പോഴായാലും ചില ആളുകളുടെ ഒരു ദുശ്ശീലമാണത്, എനിക്ക് മാത്രം സംസാരിച്ചാൽ മതി, വേറെ ആരും സംസാരിക്കേണ്ട. ഇതിൻ്റെയൊക്കെ മൂലകാരണം ഞാനെന്ന ഭാവം തന്നെയാണ്, അഹന്തയാണ്. പ്രിയപ്പെട്ടവരെ, അതങ്ങ് വെടിഞ്ഞാൽ സത്യത്തിലൊരു മനുഷ്യൻ മാനസാന്തരപ്പെട്ടു. അഹന്ത വെടിഞ്ഞാൽ ഒരു മനുഷ്യൻ അടിമുടി മാനസാന്തരപ്പെട്ടു. പിന്നെ അയാളിൽ പാപത്തിന് ഇടം കാണുകയില്ല. അഹന്ത വെടിയാത്തത് കൊണ്ടാണ് പാപം പിന്നെയും പിന്നെയും പെരുത്തും ജ്വലിച്ചും ആളിക്കത്തിയുമൊക്കെ നമ്മുടെ ജീവിതത്തെ ഇരുട്ടിലേക്ക് തള്ളിയിടുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവാത്മാവ് തരുന്ന
മനോഹരമായ മനനമാണിത്. ഞാൻ എൻ്റെ നാവെടുത്ത് സംസാരിക്കുന്നത് കേൾക്കുന്നവർക്ക് ആത്മീയ വരത്തക്കവണ്ണം മധുരമുള്ള വാക്കുകളായിരിക്കണം. ഒരിക്കലും ആകാത്തതൊന്നും എൻ്റെ വായിൽ നിന്ന് വരാൻ പാടില്ല. അതിനെക്കുറിച്ചും അപ്പോസ്തലൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഒരു ഉറവയിൽ നിന്ന് പുറപ്പെടുന്ന വെള്ളം ആ ഉറവയുടെ തനി സ്വഭാവം കാണിക്കും. ഉപ്പുറവയിൽ നിന്ന് വരുന്ന വെള്ളം ഉപ്പ് വെള്ളമായിരിക്കും. ചൂടുറവയിൽ നിന്ന് വരുന്ന വെള്ളം ചൂടുവെള്ളമായിരിക്കും. ഇനി നിർമ്മലമായ ശുദ്ധജല ഉറവയിൽ നിന്ന് വരുന്ന വെള്ളം ശുദ്ധവെള്ളമായിരിക്കും. ഇത് മൂന്നും ഈ ലോകത്തുണ്ട്. ഉപ്പുറവ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് വരുന്ന വെള്ളത്തിന് ഉപ്പ് രസമാണ്. ഞാൻ വീണ്ടും ഓർക്കുന്നു, UAE അലൈൻ എന്ന സ്ഥലത്ത് ഒരു ചുട്ടുപൊള്ളുന്ന ചൂട് നീരുറവയുണ്ട്. അവിടെ ഞാൻ 2-3 വട്ടം പോയിട്ടുണ്ട്. അവിടെ നിന്ന് പുറത്തേക്ക് ആ ഉറവയിൽ നിന്ന് വമിക്കുന്ന വെള്ളത്തിന് പൊള്ളുന്ന ചൂടാണ്. ഇതുപോലെ ഒരു കാഴ്ച ഇംഗ്ലണ്ടിൽ ചെന്നപ്പോഴും കണ്ടിട്ടുണ്ട്. ബാത്ത് എന്ന സ്ഥലത്ത് പ്രിയപ്പെട്ട ഒരു ഭൂമിക്കടിയിൽ നിന്ന് തിളച്ചു മറിയുന്ന വെള്ളമാണ് പുറത്തേക്ക് വരുന്നത്. അതപ്പോൾ തിളച്ച വെള്ളത്തിൻ്റെ ഉറവയാണ്, ശുദ്ധവെള്ളത്തിൻ്റെ ഉറവ. അത് തേടിയാണല്ലോ നാം ഒക്കെ കിണറുകൾ കുഴിക്കുന്നത്. താഴെ ചെല്ലുമ്പോൾ നിർമ്മലമായ ശുദ്ധവെള്ളത്തിൻ്റെ ഉറവ പൊട്ടിത്തുറന്ന് കുത്തിപ്പുറത്തേക്ക് ഒഴുകി വരുമ്പോഴാണ് നമുക്ക് കുടിവെള്ളം ലഭിക്കുന്നത്. ഇതുപോലെ മനുഷ്യൻ്റെ സ്വഭാവവും ഇരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഒരാളുടെ ഉള്ളിലിരിപ്പാണ്, അയാളുടെ മനസ്സിൻ്റെ നിലവാരമാണ്, അയാളുടെ ഹൃദയത്തിൻ്റെ ചിന്തകളുടെ നിലവാരമാണ് വാക്കുകളിലൂടെ പുറത്തേക്ക് വരുന്നത്. ഉള്ളു നിറച്ചും ദുഷ്ടത ഇരിക്കുന്ന ഒരാൾക്ക് ദുഷ്ടതയുടെ വാക്കുകൾ മാത്രമേ സംസാരിക്കാൻ കഴിയുകയുള്ളൂ. ഉള്ളു നിറച്ചും വൈരാഗ്യം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരാൾക്ക് വൈരാഗ്യത്തോടെ മാത്രമേ സംസാരിക്കാൻ കഴിയുകയുള്ളൂ. ഉള്ളു നിറച്ച് സ്നേഹം നിറച്ചു വെച്ചിരിക്കുന്ന ഒരാൾക്ക് സ്നേഹത്തോടെ മാത്രമേ സംസാരിക്കാൻ കഴിയുകയുള്ളൂ. ഉള്ളു നിറയെ സമാധാനം കരുതി വെച്ചിരിക്കുന്ന ഒരാൾക്ക് സമാധാനത്തിൻ്റെ വാക്കുകളെ സംസാരിക്കാൻ കഴിയുകയുള്ളൂ. ഉള്ളു നിറയെ സന്തോഷം നിറച്ചു വെച്ചിരിക്കുന്ന ഒരാൾക്ക് സന്തോഷത്തിൻ്റെ ശബ്ദമേ പുറപ്പെടുവിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണെന്നുള്ളതിൻ്റെ യഥാർത്ഥ അടയാളപ്പെടുത്തലാണ് നമ്മുടെ ജിഹ്വ. നാവിൽ നിന്ന് പുറത്തു വരുന്നത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രകടനങ്ങളാണ്. പലരും പെട്ടെന്ന് ക്ഷോഭിക്കുന്നവരാണ്, പരിസരം മറന്ന് പൊട്ടിത്തെറിക്കുകയും ഭയങ്കരമായി ബഹളമുണ്ടാക്കുകയും ചെയ്യുന്നവരാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നിരന്തരം ഈ സംഘട്ടനങ്ങളും സംഘർഷങ്ങളും പൊട്ടിത്തെറികളും നടക്കുന്നത് കൊണ്ടാണ് തൊട്ടതിനും പിടിച്ചതിനും കണ്ടതിനും കേട്ടതിനുമൊക്കെ ചില ആളുകൾ ബഹളം വയ്ക്കുന്നത്. അത് അവരുടെ അടിസ്ഥാന ഭാവമാണ്, ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ശീലമാണ്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ എന്താണ് ദൈവമേ എന്നൊന്ന് പരിശോധിക്കണ്ടേ നമ്മളൊക്കെ? നമ്മുടെ നാവ് നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവാരം അളക്കുന്ന അളവുകോലാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ളതാണ് നമ്മുടെ നാവ് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. ഒരു പ്രഭാഷകനെ സംബന്ധിച്ചത് സത്യമാണ്. ഇനി എഴുതി വായിച്ച് പഠിച്ച് ഒരു നോട്ട് കുറിച്ച് വെച്ച ആ നോട്ടിൻ്റെ ഉള്ളിലൂടെ സംസാരിക്കുന്ന ഒരാൾ ഒരുപക്ഷെ ആ ഫ്രെയിമിനുള്ളിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന ചിന്തകളും ആ കൂട്ടത്തിൽ വരും. ഒരാൾ പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ പ്രഭാഷണം നടത്തുന്നതിൽ അവരുടെ ആത്മാംശമുണ്ടാകും. ഉറപ്പാണ്, അവരുടെ ആത്മാംശം അതിനകത്തുണ്ടാകും. എല്ലാ പ്രഭാഷണങ്ങളിലും അവരുടെ ഉള്ളിലിരുപ്പും അവരുടെ ആത്മാംശവും പുറത്തു വരും. ചില ആളുകൾ അവരുടെ പ്രഭാഷണങ്ങളിലെല്ലാം നിരന്തരമായി സമ്പത്തിൻ്റെ ലാഭം, സമ്പത്തിൻ്റെ നേട്ടം, സമ്പത്തുണ്ടാകാൻ എന്ത് ചെയ്യണം, സമ്പത്തുണ്ടാകാൻ പ്രാർത്ഥിക്കുക, വിദേശത്ത് പോകാൻ വിസ കിട്ടാൻ, അനുഗ്രഹം കിട്ടാൻ പ്രാർത്ഥിക്കുക എന്ന് പ്രബോധിപ്പിക്കും. അവരെ സംബന്ധിച്ച് അവരുടെ ഉള്ളു നിറയും സമ്പത്തിനെക്കുറിച്ചുള്ള ചിന്തയാണ്, അല്ലെങ്കിൽ ആഡംബരത്തെക്കുറിച്ച്, സുഖലോലുവിനെക്കുറിച്ച് ചിന്തയാണ്. അത് ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അവരുടെ പ്രഭാഷണങ്ങളിലെല്ലാം ഇത് മികച്ച് പൊങ്ങി വരുന്നത്. മറുവശത്ത് വേറെ ചില ആളുകൾ ഏതൊക്കെ പ്രസംഗം എവിടെയൊക്കെ നിന്ന് പറഞ്ഞാലും ദൈവരാജ്യത്തെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച്, വീണ്ടെടുപ്പിനെക്കുറിച്ച്, യേശുക്രിസ്തുവിനെക്കുറിച്ച്, അവൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച്, വിശുദ്ധീകരണത്തെക്കുറിച്ച് എല്ലാ സന്ദേശങ്ങളിലും ഉൾപ്പെടുത്തും. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു ചിന്ത നിറഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് അവരുടെ പ്രഭാഷണങ്ങളിലെല്ലാം ഇതിങ്ങനെ മികച്ച കയറി വരുന്നത്. സത്യത്തിൽ ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് അവരുടെ നാവ് എന്നത് സത്യമാണ്. ആത്മാംശമുണ്ടാകും എല്ലാ സംഭാഷണങ്ങളിലും. ആത്മപ്രശംസ ചില ആളുകളുടെ ഒരു ശീലമാണ്. അവരെന്ത് പറയുമ്പോഴും ഞാനത് ചെയ്തു, ഞാനായിരുന്നത് കൊണ്ടാണ് അതങ്ങനെ നടന്നത്, ഞാനായിരുന്നപ്പോഴാണ് ഇതിങ്ങനെ ചെയ്തത്, ഞാൻ ചെയ്തതേ ഇവിടെ ഉള്ളൂ, വേറെ ആരും ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ആത്മപ്രശംസ പറയുന്ന ആളുകളുണ്ട്. അത് അവരുടെ ശരിയായ അസ്തിത്വത്തിൻ്റെ അടയാളപ്പെടുത്തലാണ്. നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. അത് വളരെ വിലപ്പെട്ട ഒരു സംഗതിയായി അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആകാത്തതൊന്നും പറയരുത്. അപ്പോൾ ശരിക്കും ഒരാൾ ഏറ്റവും കൂടുതൽ ഹോംവർക്ക് ചെയ്യേണ്ടത് തൻ്റെ സംസാര ശൈലിയെക്കുറിച്ചാണ്. ഒരിക്കലും ഇങ്ങനെ വായിച്ചു, ഒരു മന്ത്രി പ്രസംഗിക്കാൻ തുടങ്ങിയ പിന്നെ മന്ത്രിക്ക് യാതൊരു ബോധവുമില്ല. മന്ത്രി നിന്നങ്ങോട്ട് പ്രസംഗിച്ചു കൊണ്ടിരിക്കും. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ കേൾക്കുന്നില്ലയോ മന്ത്രിക്ക് അറിയണ്ട. പണ്ട് രാജഭരണമുള്ള കാലത്താണ്.
ഇപ്പോഴല്ല, ഇപ്പോഴത്തെ മന്ത്രിമാരെക്കുറിച്ചല്ല ഈ പറയുന്നത്. മന്ത്രി അങ്ങ് മണിക്കൂറുകൾ നിന്നങ്ങ് പ്രസംഗിക്കും. പ്രിയപ്പെട്ടവരെ, ആളുകളെല്ലാം മടുക്കും. മന്ത്രി ആയതുകൊണ്ട് എണീറ്റ് പോകാനും വയ്യ. എണീറ്റ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ശിക്ഷ വരും. ആളുകൾ അവിടെ ഇരുന്നങ്ങ് മടുക്കും. അവസാനം മന്ത്രിയുടെ അസിസ്റ്റൻ്റായി പ്രവർത്തിക്കുന്ന ഒരാൾ ചെന്ന് പറഞ്ഞു, അങ്ങയുടെ പ്രസംഗം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആളുകൾ തിരിഞ്ഞും മറിഞ്ഞും ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ ഇരുന്ന് വല്ലാതെ അങ്ങ് കഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ മുഖഭാവത്ത് ഒരാനന്ദവും കാണുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, അങ്ങനെയാണോ? അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങയോടൊപ്പം നിന്ന് ഈ ആളുകൾ നോക്കുന്നതുകൊണ്ട് അവരുടെ പ്രതികരണം എനിക്ക് കാണാമല്ലോ. അപ്പോൾ അത് അങ്ങനെ ആകാൻ തരമില്ലല്ലോ, എൻ്റെ പ്രസംഗം അങ്ങനെ വരാൻ തരമില്ലല്ലോ. അപ്പോൾ ഈ ബുദ്ധിമാനായ സഹായി പറഞ്ഞു, അങ്ങ് എന്തെങ്കിലും ഒരിക്കൽ അങ്ങയുടെ പ്രസംഗം കേട്ടാൽ അങ്ങേക്കത് മനസ്സിലാകും. അത് കേൾക്കാൻ എന്താ മാർഗം? അത് റെക്കോർഡ് ചെയ്തിട്ട് കേട്ടാൽ മതി. അതിനുള്ള സംവിധാനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, റെക്കോർഡ് ചെയ്തു. ഈ പ്രസംഗം വീണ്ടും അയാൾ ഇരുന്ന് കേൾക്കുകയാണ്. തൻ്റെ പ്രസംഗം കേൾക്കാനിരുന്ന മന്ത്രി ഏതാണ്ടൊരു 3 മിനിറ്റിനുള്ളിൽ ഉറങ്ങിപ്പോയി. പ്രസംഗം കഴിയുന്നത് വരെ പ്രിയപ്പെട്ടവരെ സഹായി ഒന്നും വേണ്ടിയില്ല. പ്രസംഗം കഴിഞ്ഞ് തട്ടി ഉണർത്തിയിട്ട് ചോദിച്ചു, പ്രസംഗം മൊത്തം കേട്ടു? അയ്യോ, ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ സ്വന്തം പ്രസംഗം കേൾക്കാനിരുന്ന താങ്കൾ 3 മിനിറ്റ് കൊണ്ട് ഉറങ്ങിപ്പോയെങ്കിൽ ഇത് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? അന്നു മുതൽ ഈ മന്ത്രി ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങിയെന്ന്. ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് സൂക്ഷ്മതയോടെ തൻ്റെ വാക്കുകളെ വളരെ അരച്ച് കലക്കി കാച്ചി കുറുക്കി അദ്ദേഹം പ്രയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ദൈർഘ്യം ഒരുപാട് കുറഞ്ഞു. അതിൻ്റെ സ്വീറ്റ്നെസ് കൂടി. അദ്ദേഹം അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ രുചി വരുത്തിയ വാക്കുകൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾ ഹരം കൊള്ളാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ കൊലപാതകങ്ങളിൽ ഒരു വലിയ കൊലപാതകമാണ് തൻ്റെ ശബ്ദം കൊണ്ട് മറ്റുള്ളവരെ ഇങ്ങനെ അസ്വസ്ഥരാക്കുന്ന കൊലപാതകം. ഞാനൊരു പക്ഷേ ആ ഗണത്തിൽ പെടുമോ എന്ന് ഞാൻ പലപ്പോഴും എന്നെക്കുറിച്ച് തന്നെ ആശങ്കപ്പെടാറുണ്ട്. കേൾക്കുന്നവർ അസ്വസ്ഥരാകുന്നുവെങ്കിൽ, അവർക്ക് നിവൃത്തികേട് കൊണ്ട് അവരിരുന്ന് ഞെളിവിരി കൊള്ളുന്ന ഒരവസ്ഥ വരുന്നുവെങ്കിൽ, അന്ന് പരാജയം സംബന്ധിച്ച് ആയുധം താഴെ വെച്ച് പെട്ടിമടക്കി പോകണം ഒരു പ്രഭാഷകൻ. അത് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലൊന്ന് പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. അപ്പോൾ നമ്മുടെ സ്വാഭാവിക സംസാരത്തിലെ വാക്കുകൾ ഉൾപ്പെടെ നമ്മുടെ എല്ലാ പെരുമാറ്റത്തിലും നമ്മുടെ നാവ്, നമ്മുടെ വാക്ക് പരിശോധിക്കപ്പെടേണ്ടതും തിരുത്തപ്പെടേണ്ടതും ആണ് എന്ന് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു. ഈ വേദഭാഗത്ത് അപ്പോസ്തലൻ തരുന്ന 4ാമത്തെ ചിന്ത, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ, അതേ നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവഹിതമല്ലാത്തതൊന്നും ഒരു ദൈവ പൈതൽ സംസാരിക്കരുത്, പ്രവർത്തിക്കരുത് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എന്താണ് ഈ പറഞ്ഞത്? നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാകുന്നുവെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കരുത്. ഇങ്ങനെ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിലും 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യത്തിലും 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യത്തിലും ആവർത്തിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ദൈവാലയങ്ങളാണ് എന്ന്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്നു എന്ന്. മാമോദീസ സ്വീകരിച്ചപ്പോൾ ഞാനും നിങ്ങളും പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൊട്ടാരങ്ങളായി, മന്ദിരങ്ങളായി മാറിയിട്ടുള്ളവരാണ്. നമ്മുടെ ഉള്ളിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് അധിവാസം കൊള്ളുന്നത്. ഈ ദൈവാത്മാവ് വസിക്കുന്നു നമ്മളിൽ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ പെരുമാറ്റങ്ങൾ കൊണ്ട്, നമ്മുടെ ഭക്ഷണപാനീയ രീതികൾ കൊണ്ട്, നമ്മുടെ കണ്ണിൻ്റെ അശുദ്ധമായ കാഴ്ചകൾ കൊണ്ട്, നമ്മുടെ കാതിൻ്റെ അശുദ്ധമായ കേൾവി കൊണ്ട്, നമ്മുടെ നാവിൽ നിന്ന് ഉതിരുന്ന അശുദ്ധ ഭാഷണങ്ങൾ കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കൂട്ടുന്നതായ അശുദ്ധ ധ്യാനങ്ങൾ കൊണ്ട് മലിനമാക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആനന്ദം അനുഭവിക്കുന്നുണ്ടോ അതോ വേദന കൊണ്ട് പുളയുകയാണോ എന്ന് പരിശോധിക്കണം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിന് വിരോധമായി നമ്മൾ പാപം ചെയ്യുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അധിവാസ കേന്ദ്രം എന്ന നിലയിൽ നമ്മളെല്ലാവരും സ്വർഗസമാനരാണ്. സ്വർഗമാണല്ലോ ദൈവത്തിൻ്റെ ഇരിപ്പിടം. അപ്പോൾ സ്വർഗസമാനരായ നാം വിശുദ്ധരായി ജീവിക്കണമെന്നാണ് ഈ പറഞ്ഞു വച്ചതിൻ്റെ പൊരുൾ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും നാം വിശുദ്ധീകരണം കണ്ടെത്തണം. നാം കളങ്കപ്പെടുമ്പോൾ, ഏതെങ്കിലും മേഖലകളിൽ നാം കളങ്കപ്പെടുമ്പോൾ
അത് വാക്കുകളാലാകട്ടെ, കണ്ണിൻ്റെ കാഴ്ചയാലാകട്ടെ, കാതിൻ്റെ കേൾവിയാലാകട്ടെ, ബുദ്ധിയുടെ ചിന്തയാലാകട്ടെ, ഭക്ഷണപാനീയങ്ങളാലാകട്ടെ, ഇനി നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങളാലാകട്ടെ, ഇന്ദ്രിയ സുഖങ്ങളാലാകട്ടെ, ഈ ശരീരത്തെ അല്ലെങ്കിൽ ഇതിൻ്റെ ഇന്ദ്രിയങ്ങളെ പാപസുഖങ്ങൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നിലവിളിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിന് പിന്നെ ആനന്ദമില്ല. ദുഃഖിപ്പിക്കരുത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവ് ദുഃഖിക്കുക എന്ന് വെച്ചാൽ ദൈവം ദുഃഖിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവ പൈതലെ, ഞാനും നീയും സൂക്ഷിക്കണം. നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാൻ നമുക്കിട വരാതിരിക്കേണ്ടതിന് നാം പാപത്തിൽ നിന്ന് വേർപെട്ടിരിക്കണമെന്ന് ദൈവഹിതമല്ലാത്തതൊന്നും ഒരു ദൈവ പൈതൽ സംസാരിക്കരുതെന്ന് പ്രവർത്തിക്കരുത് എന്ന് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മുറിവ് കൊടുക്കരുത്. പരിശുദ്ധാത്മാവ് നമ്മെ പോകുന്നില്ല, ഉള്ളിലിരുന്ന് ഞരങ്ങുകയാണ്, അതിവേദന കൊണ്ട് പുളയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരവസ്ഥ എത്ര വേദനാജനകമാണ്, എത്ര ഭയാനകമാണ്. നാം നമ്മുടെ വ്യക്തി ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാൻ ഇതൊരു നല്ല സന്ദർഭമാണ്. സ്വയം ശോധന ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ചേർത്ത് വെച്ച് ഒന്ന് രണ്ട് ചിന്തകൾ കൂടി അപ്പോസ്തലൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാ കയ്പും ഉപേക്ഷിക്കണം, എല്ലാ കോപവും ഉപേക്ഷിക്കണം, എല്ലാ ക്രോധവും ഉപേക്ഷിക്കണം, എല്ലാ അട്ടഹാസവും ഉപേക്ഷിക്കണം. പരദൂഷണം, മറ്റുള്ളവരെക്കുറിച്ച് ദൂഷണം പറയുന്ന ആ സ്വഭാവം ഉപേക്ഷിക്കണം. ഇതെല്ലാം വിട്ടുകളയാൻ അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊക്കെ നമ്മളിൽ ഇരിക്കുന്നിടത്തോളം പരിശുദ്ധാത്മാവ് ഞരങ്ങി നിലവിളിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല ദൈവമക്കളും ഉള്ളിലെ കയ്പ് ഉപേക്ഷിക്കണം, വെറുപ്പ് ഉപേക്ഷിക്കണം, കോപം ഉപേക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, മാത്രം പോരാ, ക്രോധം ഉപേക്ഷിക്കണം. അട്ടഹാസം എന്നൊരു സ്വഭാവമുണ്ടെങ്കിൽ, ആവശ്യമില്ലാതെ ഒച്ച വയ്ക്കുന്ന, എപ്പോഴും ബഹളം വയ്ക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ ഉപേക്ഷിക്കണം. മറ്റുള്ളവരെക്കുറിച്ച് ദൂഷണം പറയുന്ന ശീലമുണ്ടെങ്കിൽ ഉപേക്ഷിക്കണം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് വേദന കൊടുക്കുന്ന പാപങ്ങളാണെന്ന് തിരിച്ചറിയണം. ഇതാണ് ദൈവാത്മാവ് ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത്. വീണ്ടും ഇങ്ങനെ പറയുന്നു, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതൊക്കെ വിട്ടുകളഞ്ഞിട്ട് തമ്മിൽ ദയവും മനസ്സലിവുമുള്ളവരായി നാം മാറണം. ഏതൊരാളോടും നമുക്ക് അലിവ് തോന്നണം, ദയ തോന്നണം. അത് ജീവിത പങ്കാളിയായാലും, ഇനി മറ്റൊരാളായാലും, കൂടെ പിറന്നവരായാലും, മാതാപിതാക്കളായാലും, മക്കളായാലും, അയൽക്കാരായാലും, കൂടെ ജോലി ചെയ്യുന്ന ഒരാളായാലും, ഒരാളോട് മനസ്സലിവും ദയയും നമുക്ക് തോന്നണം. എല്ലാവരോടും ഇത് തോന്നണം. അത് ദൈവ പൈതലിൻ്റെ സ്വഭാവമാണ്. അത് യേശുക്രിസ്തുവിനെ ധരിച്ച രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട സ്വഭാവമാണ്. അത് നമ്മിലുണ്ടാകണം. ദൈവം യേശുക്രിസ്തു മുഖാന്തരം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തമ്മിൽ ക്ഷമിപ്പീൻ എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. യേശുക്രിസ്തു മുഖാന്തരം പിതാവാൻ ദൈവം നിങ്ങളോട് നിങ്ങളുടെ മരണകരമായ പാപം ക്ഷമിച്ചതുപോലെ നിങ്ങളുടെ മേൽ വരേണ്ട ശിക്ഷ നിങ്ങളുടെ മേൽ വരാതിരിപ്പാൻ തൻ്റെ മകനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നിന്നെ വീണ്ടെടുത്ത് പുത്രത്വം നൽകി ആ കൊലയ്ക്ക് കൊടുത്ത മകൻ്റെ അതേ പൊസിഷനിൽ നിന്നെയും ദൈവം ആക്കി വച്ചിരിക്കയാൽ ദൈവവൈതലെ, നീയും തമ്മിൽ സ്നേഹിക്കുക. നിന്നെ മുറിവേൽപ്പിച്ചവരെയും, നിന്നെ വേദനിപ്പിച്ചവരെയും, നിന്നെ വേട്ടയാടിയവരെയും, നിന്നെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരെയും ഒക്കെ ക്ഷമിച്ച് സ്നേഹിക്കാൻ നീ തയ്യാറാവുക. സ്വാർത്ഥത എന്നിൽ ഉള്ളിടത്തോളം, ഞാൻ അഹങ്കാരി ആയിരിക്കുന്നിടത്തോളം എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല, എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല. എൻ്റെ പരാജയം എൻ്റെ നിലപാടുകൾ തന്നെയാണ്. എന്നെ തോൽപ്പിക്കുന്നത് മറ്റാരുമല്ല, എൻ്റെ മനോഭാവവും എൻ്റെ നിലപാടുകളും തന്നെയാണ്. എന്നെ കുഴപ്പത്തിലാക്കുന്നത്, എന്നെ പാർശ്വവൽക്കരിക്കുന്നത്, ഒരുപക്ഷെ എന്നെ നരകത്തിൽ തള്ളിയിടുന്നത്, എന്നെ ദൈവത്തിൽ നിന്ന് അന്യനാക്കുന്നതൊക്കെ എൻ്റെ ഞാനെന്ന ഭാവവും എൻ്റെ സ്വാർത്ഥതയും എൻ്റെ അഹങ്കാരവും തന്നെയാണ്. അതുകൊണ്ട് ദൈവപൈതലെ, ഇന്ന് ഈ സന്ദേശം ഇങ്ങനെ കേട്ടവസാനിപ്പിക്കുമ്പോൾ ജീവിതത്തിൽ ചില വ്യക്തമായ മാറ്റങ്ങളും രൂപാന്തരങ്ങളും വരുവാൻ ദൈവം ഇടവരുത്തട്ടെ. ഇന്ന് കേട്ട ചിന്തകൾ മറക്കരുത്. നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കണം. കേൾക്കുന്നവർക്ക് ആത്മീക വർധന വരേണ്ടതിന്, കൃപ വർദ്ധിക്കേണ്ടതിന് നല്ല വാക്കുകൾ മാത്രം സംസാരിക്കുക, ആകാത്തതൊന്നും പറയരുത്. വികാരപരമായ വാക്കുകൾ പറയുന്നത് നിർത്തിയിട്ട് വിവേകത്തോടെ പറയുവാൻ പരിശീലിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന യാതൊരു പ്രവൃത്തിയോ ഒരു വാക്കോ ഒന്നും നമ്മുടെ ജീവിതത്തിലുണ്ടാകരുത്. എല്ലാ പാപശീലങ്ങളും, എല്ലാ ക്രോധവും, വെറുപ്പും, വിദ്വേഷവും, പകയും, എല്ലാം കയ്പും മാറ്റിക്കളയണം. എന്നിട്ട് എല്ലാവരോടും ദയവും
ആദരവും സ്നേഹവും സമർപ്പണവുമുള്ളവരായി ക്ഷമിച്ച് സ്നേഹിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ഇതാണ് പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്ന മനോഹരമായ ധ്യാനചിന്ത. ഈ ചിന്ത നമ്മുടെ ജീവിതത്തിൽ സ്വാംശീകരിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ, ആധ്യാത്മിക ജീവിതത്തെ കുറേ കൂടെ പരിപുഷ്ടിയുള്ളതാക്കാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് അതിനായിട്ട് നമ്മെ ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ച സന്ദേശത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് തിരുത്തപ്പെടേണ്ട മേഖലകളെ എണ്ണി ഞങ്ങളെ കേൾപ്പിച്ചല്ലോ നാഥ. കേൾപ്പിച്ച എല്ലാ ചിന്തകൾക്കുമായിട്ട് നന്ദി. ഇന്നു മുതൽ ഞങ്ങളുടെ വാക്കുകളെ നിയന്ത്രിക്കാൻ, വിവേകത്തോടെ മാത്രം സംസാരിപ്പാൻ, ആത്മീക വർധന വരുത്തുന്ന വാക്കുകൾ മാത്രം ഞങ്ങളുടെ നാവിൽ നിന്ന് പുറത്തേക്ക് ഉതിരുവാൻ, കർത്താവേ, ഞങ്ങളുടെ ഉള്ളത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ പാപത്തിൽ നിന്ന് വേർപെട്ട് വിശുദ്ധിയിൽ ജീവിപ്പാൻ, എല്ലാ പാപദോഷങ്ങളോടും വിട പറയുവാൻ, എല്ലാ നന്മകളും ജീവിതത്തിൽ സ്വാംശീകരിച്ചെടുപ്പാൻ, വിശുദ്ധരായി തിരുമുമ്പിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം, ഒരുക്കണം. കേൾപ്പിച്ച സന്ദേശത്തിനായിട്ട് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.